നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് നത്തിങ് ബട്ട് യു എന്ന ചൈനീസ് റൊമാൻറ്റിക് ഡ്രാമയുടെ എപ്പിസോഡ് 1 ഉം 2 ആണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന മൂന്നാമത്തെ എപ്പിസോഡ് എന്ന് വെച്ചിട്ട് ആരും ബാക്കടിച്ച് പോകണ്ട. ആരും മീൻസ് റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടപ്പെടാൻ ആരും ബാക്കടിച്ച് പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പർ റൊമാൻറ്റിക് മൂവീസാണ് ഇത്. ആർക്കായാലും ഇഷ്ടമാവും. ഓക്കെ നിങ്ങൾ ഈ മൂവി എൻ്റെ എക്സ്പ്ലനേഷനിൽ തന്നെ കേൾക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേറെ എക്സ്പ്ലനേഷൻ കേൾക്കാം, അല്ലെങ്കിൽ ഈ ഡ്രാമ ഡയറക്റ്റ് ആയിട്ട് പോയി കാണണം. അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സൗണ്ടിനൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്, കാരണം ഇച്ചിരി ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് അത് കാര്യമാക്കണ്ട. അങ്ങനെ ബാത്റൂമിൽ പോയി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ഡൗട്ട്. എന്നോട് നല്ല ക്ലോസ് ആയിട്ടാണല്ലോ ഇപ്പോൾ പെരുമാറുന്നത്. ഇനി അവനക്ക് എന്നോട് ഇഷ്ടം കാണുണ്ടാവും. ജാംഗ്ലി, നീ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, അത് നിൻ്റെ അളിയനാ. പോരാതെ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കണേന്ന് പറഞ്ഞാൽ അവൾ ആ ചിന്ത ഒഴിവാക്കുന്നു. ആണെങ്കിൽ എന്തോ ദിവാസ്വപ്നം കണ്ടിരിക്കുകയാണ്. അവൻ എന്തോ പ്ലാനിങ്ങിൻ്റെ. അങ്ങനെ അവൻ ഫോൺ എടുത്ത് അവൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, ഒരു റൂമിലത്തെ ഇലക്ട്രിസിറ്റിയും വാട്ടറും കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയാണ്, പാതിരാത്രിയായി, എൻ്റെ വർക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞു, എനിക്കിതൊരു പ്രൈവസി താന്ന് പറയുമ്പോൾ, നീ എൻ്റെ ബെസ്റ്റ് പാർട്ട്ണറല്ലേ, നിന്നോടല്ല ഞാൻ എല്ലാ കാര്യവും പറയണേ, അപ്പോൾ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂലേ എന്നൊക്കെ പറഞ്ഞില്ലേ സോപ്പ് ഇടുമ്പോൾ ആ സോപ്പിൽ ഡ്രൈവർ വീഴുന്നു. അങ്ങനെയല്ലേ ലില്ലയുടെ റൂമിലത്തെ വാട്ടറും ഇലക്ട്രിസിറ്റിയും കട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലില്ലയുടെ ഭാഗം കാണിക്കുമ്പോൾ ഷവറിൽ നിന്ന് വെള്ളം വരുന്നത് നിൽക്കുമ്പോൾ വെള്ളം കട്ടായോ, ഞാൻ ആകെ പകുതി കുളിച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തിറങ്ങി. എന്നിട്ട് മുടി ഉണക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയും കട്ടായി. അവളങ്ങനെ ആ ഫ്ലാഗ് ഊരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കുമ്പോൾ ലേയുടെ റൂമിൽ എന്തോ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ അവൾ വിചാരിക്കുകയാണ് അവിടെ മാത്രം കറണ്ട് ഉണ്ടോ, ഇവിടെ എന്താ കറണ്ട് ഇല്ലാത്തതെന്ന് വെച്ചിട്ട് അവൾ ലേയുടെ ഡോർ നോക്ക് ചെയ്യുന്നു. ആണെങ്കിൽ അവൾ നോക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ചാടിപ്പടഞ്ഞ് എണീറ്റ് ഡോറൊക്കെ തുറന്നു കൊടുത്തു. നിൻ്റെ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടോ, എൻ്റെ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതെയോ എന്ന് പറഞ്ഞ്, ഞാൻ മുടി ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് ലില്ലി ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോണ്ടെന്ന് പറഞ്ഞിട്ട് ലില്ലി ഫ്ലഗ് കുത്തി ഡ്രയർ ഓൺ ആക്കുമ്പോൾ അവനത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ കട്ടിലിലേക്ക് ഇരുത്തുന്നു. എന്നിട്ടില്ലേ അവളുടെ മുടി ഉണക്കി കൊടുക്കുമ്പോൾ അവൾ നല്ല ഫീലോട് കൂടിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ആണെങ്കിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുക, കണ്ണെടുക്കുന്നേ ഇല്ല. ലില്ലി ആണെങ്കിൽ ചിരിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ സ്വഭാവം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ലില്ലി പെട്ടെന്ന് ഉറങ്ങിപ്പോവാണ്. അങ്ങനെയല്ലേ ലില്ലിനെ അവൻ്റെ തോളിലേക്ക് കിടത്തുന്നു. എന്നിട്ട് പറയാണ്, നിനക്ക് എന്നെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ജാംഗ്ലി എന്ന് പറയുന്നത്. സിംഗട്ടായി പിന്നെ കാണിക്കുന്നത് ലെമൺ കമ്പനിയുടെ 2 സ്റ്റാഫ്സ് എന്തോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ അതിലൊരു സ്റ്റാഫ് പറയാണ്, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ലേയുടെ റൂമിൽ നിന്ന് സിയോറ മരുന്ന് കണ്ടു എന്ന് ആ സ്റ്റാഫ് പറയുന്നു. അപ്പോൾ മറ്റേ സ്റ്റാഫ് ചോദിക്കുകയാണ്, അതെയോ, അവർ ഇപ്പോൾ ഹോട്ടലിൽ വന്നിട്ടും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്, പിന്നെ അതിനാ 2 റൂം എടുത്തതെന്നൊക്കെ ചോദിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവർ ഷൂട്ടിംഗ് പ്ലേസ് നോക്കാനായിട്ട് വന്നില്ലേ, അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അവരവിടെ നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ലേക്കും ലില്ലിക്കും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമൊക്കെ കിട്ടിയത്. ഇവരുടെ ചർച്ച കേട്ടുകൊണ്ടിരുന്നിരുന്ന സിയാറോൻ്റെ പേഴ്സണൽ മാനേജർ ഇവരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട്, നിങ്ങൾ എന്താ പറയുന്നത്, ലില്ലിയോ ഒരു റൂമിലാണ് ഇന്നലെ കിടന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ എത്ര നെട്ടാനുള്ളത്, അവരല്ലെങ്കിൽ ലിവിങ് ടുഗദർ അല്ലേ എന്ന് ആ സ്റ്റാഫ് ചോദിക്കും. അതെ ശരിയാണ്, അവർ ലിവിങ് ടുഗദർ ആണ്, എന്നാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് അവൾ പറയുന്നു. അപ്പോൾ തന്നെ ലില്ലി അവിടേക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വരാണ്. അവളെ കണ്ടതും സിയാറോൻ്റെ പേഴ്സണൽ മാനേജർ അവളെ വലിച്ചുകൊണ്ട് പോയി, നീലായ ഒന്നിച്ചാണോ കിടന്നതെന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അതിനിപ്പോൾ എന്താണെന്ന് ലില്ലിയും ചോദിക്കുന്നു. സത്യം പറ, നിങ്ങൾ തമ്മിലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ എന്ന് അവൾ ചോദിക്കും. എന്തുണ്ടാവാനാ, നീ എന്തായി പറയുന്നതെന്നൊക്കെ ലില്ലി പറയുന്നു. അവൻ എൻ്റെ ബ്രദർ ഇൻ ലോയാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ ലവറാണ്, പിന്നെ എൻ്റെ ഫ്രണ്ടുമാണ്. നല്ല കമ്പനി ആയതുകൊണ്ട് അവൻ എൻ്റെ മുടിയൊക്കെ ഉണക്കി തന്നല്ലോ എന്നൊക്കെ ലില്ലി പറയുന്നു. അപ്പോൾ പേഴ്സണൽ മാനേജർ ഡിങ്ടോ പറയാണ്, ഇപ്പോഴാണ് ഒരു സമാധാനമായ, അല്ലെങ്കിൽ ഇനി സിയോറാൻ വരുമ്പോൾ ഞാൻ അവളോട് എന്ത് പറയാനാ എന്ന് പറയുന്നു. അവിടെ സീനട്ടായി പിന്നെ കാണിക്കുന്നത് വാഷ്റൂമിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലില്ലി അവിടേക്ക് കിടന്നു വരാണ്. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയല്ലോ, നിങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞല്ലേ, നിങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യുള്ളേ എന്ന് ഷ്വിങ്കാൻ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പോകുമെന്ന് ലില്ലി പറയുന്നു. സാങ്ഷൻ നിങ്ങളുടെ പുതിയ സിനിമയിൽ നടിയല്ലേ, അവൾ എന്തായിരുന്നാലും ഷൂട്ടിംഗ് പ്ലേസ് നോക്കാൻ വന്നില്ലേ എന്ന് ഷ്വിങ്കാൻ ചോദിക്കുമ്പോൾ സാങ്ഷാനോ എന്തിനാ ഷൂട്ടിംഗ് പ്ലേസ് നോക്കാൻ വരുന്നതെന്ന് ലില്ലി പറയുന്നു. ശരിയാ, എനിക്ക് തെറ്റ് പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു ഷ്വിങ്കാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞ് ഷ്വിങ്കാനും അവളുടെ മാനേജറും കൂടി എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഷ്വിങ്കാൻ പറയാണ്, ടോട്ടൽ 3 കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഷ്വാൻഷാൻ അല്ല നടിയെങ്കിൽ തേങ്ങ തന്നെ ആയിരിക്കും നടി. പക്ഷെ അവൾ വേറൊരു TV ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണല്ലോ പറയുന്നത് കേട്ടെ, അത് ക്യാൻസൽ ചെയ്തോന്ന് അന്വേഷിക്കണമെന്നൊക്കെ ഇവരിരുന്ന് പറയുന്നു. എന്നിട്ട് വേണേ ഇവർക്ക് അതിൽ ഇടംകോലിട്ട് അവരെ ഒഴിവാക്കാനായിട്ട്. അങ്ങനെ നൈറ്റ് ലില്ലി അവളുടെ പടി തുടർന്നുകൊണ്ടിരിക്കുക. എന്താ ഇത്, ഓൺലൈനിൽ ഗോസിപ്പ് പോസ്റ്റ് ചെയ്യാം.
അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഡോറ് തുറന്ന് ലേ അങ്ങോട്ട് വരുന്നത്. ഞാൻ ചോദിക്കുക നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ലിലി പറയാണ് ഞാൻ രാവിലെ മാത്രമല്ല ഞാൻ ജിയാൻ ലിലി ആയിട്ട് ഇരിക്കട്ടെ, ഞാൻ എൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഗോസിപ്പിടാ അത് സൂപ്പർ അല്ല എന്ന് ലില്ലി പറയുമ്പോൾ എടുമ്പോൾ ഓളെ നിന്നെ വല്ല പോലീസ് പിടിക്കട്ടാന്ന് ലേ പറയുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ എഴുന്ന ഗോസിപ്പ് പോലീസ് പിടിച്ചാൽ അത്ര അങ്ങനെയാണെങ്കിൽ പബ്ലിസിറ്റി ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നു. എന്തിനാ നിനക്ക് പബ്ലിസിറ്റി കിട്ടിയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നേ വരാതെ ആരോട് പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്നോട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് പണ്ട് എൻ്റെ അമ്മ ഓർഫനേജിൽ ഒരു വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ കളിക്കാനായിട്ട് എന്നെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടിയുണ്ട്, അവനായിട്ട് ഞാൻ നല്ല കമ്പനി ആയിരുന്നു. അവിടെ പിന്നെ കുറേ മരങ്ങളുണ്ട്, അതിൽ പഴങ്ങളുണ്ട്. ആ ഫ്രൂട്ട്സിനൊക്കെ എന്ത് മധുരാന്നറിയോ, പക്ഷെ ഞാൻ ചെറുതല്ലേ, എനിക്ക് പൊട്ടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ കുട്ടി അവൻ്റെ ടോയ് എറിഞ്ഞിട്ട് എനിക്ക് പഴങ്ങളൊക്കെ പൊട്ടിച്ചു തരായിരുന്നു. അവരെന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നെ കൊണ്ടുപോയി അത് സമ്മതിപ്പിച്ചു. അവൻ ഞാൻ ഇഷ്ടമെന്ന് പറയാനിരിക്കുമ്പോഴാണ് അവൻ ആരോ വന്ന് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ. അതിൽ പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അവനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ലിലി പറയുന്നു. അവനെ കണ്ടുപിടിച്ചിട്ട് നിനക്ക് എന്തിനാന്നല്ലേ ചോദിക്കുമ്പോൾ അവനക്ക് വൈഫില്ല, എനിക്ക് ഹസ്ബൻഡില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാമല്ലോ, പിന്നെ അവനാ എൻ്റെ ഫസ്റ്റ് ലവ്, അവൻ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് ലില്ലി പറയുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് എണീറ്റ് പോകും. അപ്പം ലില്ലി അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് ഇവനെന്തിനാ അപ്പം ദേഷ്യപ്പെടുന്നത്, എന്തായാലും ആവട്ടെ, ഇനിയിപ്പോൾ എൻ്റെ ഗോസിപ്പ് വായിച്ചിട്ടേ ഇരിക്കും. അവൾ ആ ലാപ്ടോപ്പ് അടച്ചു വെക്കുന്നു. എന്നിട്ടില്ലേ അവൻ്റെ റൂമിൽ ലില്ലിയുടെ ആ ചെറുപ്പത്തിൽ കുഞ്ഞു മുടികൊണ്ടേയും പിടിച്ചിട്ട് പാസ്റ്റ് എന്ത് വേണമെങ്കിലും ആയിരിക്കോട്ടെ, കഴിഞ്ഞതല്ലേ, ഇപ്പം പക്ഷെ അവൾ എനിക്കുള്ളതായെന്ന് പറഞ്ഞ് ഇരിക്കുന്നു. അവിടെ സിംഗട്ടായി. പിന്നെ പിറ്റേ ദിവസം ലെമൺ കമ്പനിക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും എന്തോ ഫോണിൽ ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുക. അവളപ്പോൾ എന്തോ ഗോസിപ്പ് വന്നിട്ടുണ്ട്, ഞാനത് അറിഞ്ഞില്ലല്ലോ, പക്ഷേ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവളുടെ മുഖം മാറാണ്. പക്ഷേ ഇത് ബാഡ് ന്യൂസാന്ന് പറഞ്ഞാൽ അവളുടെ ഓഫീസ് റൂമിലേക്ക് ഓടുന്നു. അവിടെ എല്ലാവരും ചർച്ചയാണ്. അത് ടാങ്നെ കുറിച്ചുള്ള ന്യൂസ് ആയിരുന്നു. അതായത് അവർ ഹീറോയിൻ ആക്കാൻ വേണ്ടി ഫിക്സ് ചെയ്തിരുന്ന നടി അവളെക്കുറിച്ച് ഷ്വിങ്കാന് അവളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് അവളെക്കുറിച്ച് എന്തോ ഒരു ഗോസിപ്പ് ഫോണിൽ വന്നത്. കമ്പനിയിലുള്ള എല്ലാവരും നടിയെ ഇനി മാറ്റണം, ഈ ആക്ട്രസിനെ വെച്ചാൽ ഈ സിനിമ ഓടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലേ മാത്രം പറയാണ് അതൊക്കെ നമുക്ക് അന്വേഷിച്ചിട്ട് ചെയ്യാം, ഇപ്പം നടിയെ മാറ്റാനൊന്നും നിൽക്കണ്ട, നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങളാവട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ലേയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയാണ് നീ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് ടാങ്നായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം, എന്നിട്ട് അവൾ എന്താ പറയുന്നത് ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്നു. അല്ലേ ഡ്രൈവറോട് അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ലില്ലി അത് ഏറ്റെടുക്കാണ്. ഞാൻ ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് ലില്ലി പറയുന്നു. ലില്ലി ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ വേഷത്തിൽ അവരുടെ ഇടയിൽ ടാങ്നയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. സിയാറാൻ്റെ പേഴ്സണൽ മാനേജർ ഡിങ് ടോങ് ടാങ്നയുടെ വേഷമൊക്കെ ഇട്ട് സൈഡിലൂടെ പോകുമ്പോൾ ലില്ലി ടാങ്ന പോകുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അത് കേട്ടു ടാങ്നയുടെ വീട്ടിൽ കൂടിയ എല്ലാ റിപ്പോർട്ടേഴ്സും അവളുടെ പിന്നാലെ ഓടുന്നു. അങ്ങനെ ലില്ലി ടാങ്നോട് സംസാരിക്കുമ്പോൾ അവൾ പറയാണ് ഞാൻ അയാളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു, അത് ശരിയാണ്, പക്ഷെ അതെല്ലാം 2 വർഷം മുന്നാണ്, ഇപ്പം ആരാണ് അതൊക്കെ കൊത്തിപ്പൊക്കിയത്, പിന്നെ അതും പോരാഞ്ഞിട്ട് അയാൾക്ക് വേറെ ഫാമിലി ഉണ്ടെന്നോ അയാൾ വേറെ കെട്ടിയിട്ടുണ്ടെന്നോ കുട്ടികളുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു, അതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്കപ്പായി, പിന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല, ഇതോടുകൂടി എൻ്റെ കരിയർ അവസാനിക്കുന്ന തോന്നുന്നതെന്നൊക്കെ ടാങ്ന പറയുമ്പോൾ ലില്ലി അവളെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് രാത്രി ലില്ലി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലില്ലി ആകെ മൂഡൗട്ടായിട്ടിരിക്കുകയാണ്. കാരണം ടാങ്നയുടെ കാര്യം ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് ലേ പറയാണ് 2 വർഷം മുമ്പ് നടന്ന ഈ കാര്യം എങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങിയേ, നമ്മൾ ഒഫീഷ്യലായിട്ട് ടാങ്നയാണ് നമ്മളുടെ ഹീറോയിൻ എന്നും അനൗൺസ് ചെയ്തിട്ടുമില്ല, പിന്നെ ഇതൊക്കെ എല്ലാവരും എങ്ങനെ അറിഞ്ഞു എന്ന് ഡൗട്ട് പറയുമ്പോഴാണ് ലില്ലിക്ക് ആ കാര്യം ഓർമ്മ വരുന്നത്. വീട്ടിലെ വെച്ചിട്ട് ഷ്വിങ്കാൻ അവളോട് നടിയെ പറ്റിയൊക്കെ ചോദിച്ചല്ലോ, അപ്പോൾ ഒരു നടിയല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ടാങ്ന തന്നെയേ ആവാൻ സാധ്യതയുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ട് അവൾ പറ്റിച്ച പണിയാണിതെന്ന് ലില്ലിക്ക് മനസ്സിലാകുന്നു. ഞാനിത് പൊട്ടത്തിയാണ്, ഞാനല്ലാതെ കോളാക്കുന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ എല്ലാ എഫേർട്ടും ഞാനാ കോളാക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ആകെ വിഷമിച്ചിരിക്കുന്നു. അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം കമ്പനിയിലെ എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും തമ്മിൽ ഈ സിനിമയുടെ ഹീറോയിനെ ഫിക്സ് ചെയ്യാനായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. കാരണം ടാങ്നയുടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് അവർ. അതിൽ ടാങ്ന പറയുന്നത് ഞാൻ ഇനി ഫിലിമൊന്നും ചെയ്യുന്നില്ല, ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ്, ഫിലിമൊക്കെ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇനി എന്താ വഴി എന്ന് ആലോചിച്ചിരിക്കുന്നു.
അപ്പോഴാണ് അവിടെ നിന്നൊരു ഓപ്ഷൻ പോലെ ഷ്വിൻഖാൻ്റെ പേര് വന്നത്. ഷ്വിൻഖാനെ നമുക്ക് നടിയാക്കിയാൽ എന്താ, അവൾ നമ്മുടെ സ്വന്തമല്ലേ, അവളെ നടിയാക്കാമല്ലോ എന്ന് ആരോ പറയുന്നു. അത് കേട്ട് ഷ്വിൻഖാൻ്റെ അച്ഛനും അതൊരു ഗോൾഡൻ ചാൻസ് ആക്കി എടുത്ത് അത് ശരിയാ, അവൾക്കിപ്പോൾ ഒഴിവുണ്ടോയെന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാമെന്ന് പറയുമ്പോൾ ലില്ലി ഓരോ ഒഴിവുകേടൊക്കെ പറയുന്നുണ്ട്. വേറെ നടിമാരുടെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഷ്വിൻഖാൻ തന്നെ മതിയെന്ന് എല്ലാവരും ഉറച്ചു പറയുന്നു. കൂട്ടത്തിലുണ്ടായ ഒരാൾ മിസ്റ്റർ ലയ, നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് എന്താ ഷ്വിൻഖാനെ നടിയാക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലയ ഇതിന് മറുപടി പറയാതെ നേരെ ഡയറക്ടറോടാണ് ചോദിക്കുന്നത്, ഈ റോള് ചെയ്താൽ അത് നന്നാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ലയ ചോദിക്കുമ്പോൾ ഡയറക്ടർ പറയും, ആ ശരിയാ, ഷ്വിൻഖാൻ അതിനുള്ള കഴിവൊക്കെ ഉണ്ട്, അവൾ ചെയ്താൽ നന്നാവും, പക്ഷേ ടാങ്ങിനാണ് അത്രക്ക് കഴിവൊന്നും അവൾക്കില്ല, നമുക്കത് ട്രെയിൻ ചെയ്ത് ശരിയാക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, ഷ്വിൻഖാനെ തന്നെ നടിയാക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട് ലില്ലിക്ക് ആകെ ദേഷ്യവരാണ്. കാരണം ലില്ലി ഇന്നലെ രാത്രി ലയനോട് പറഞ്ഞിരുന്നല്ലേ ഷ്വിൻഖാനെ എല്ലാത്തിനും പിന്നിലെന്ന്, എന്നിട്ട് അവൻ ഷ്വിൻഖാനെ തന്നെ നടിയാക്കാം എന്ന് പറഞ്ഞതിൽ ലയക്ക് നല്ല ദേഷ്യമുണ്ട്. അന്ന് അവരുടെ ബോർഡ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലില്ലി ലയയും ഒരു വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ലില്ലി പോയി ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുത്ത് പിന്നേക്ക് തിരിയുമ്പോൾ ലയ അവിടെ നിൽക്കുന്നു. ലില്ലി ലയനെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നടന്നു പോകുമ്പോൾ ലയ അവളുടെ വഴി തടയുന്നുണ്ട്. അവൾ അങ്ങോട്ട് പോകുമ്പോൾ അവനും അങ്ങോട്ടും, ഇങ്ങോട്ട് പോകുമ്പോൾ അവനും അങ്ങോട്ടും. എന്നിട്ട് ലയ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയേ, എന്താ നീ എന്നോടൊന്നും മിണ്ടാത്തേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ് ആയിട്ട് പറയണം, അല്ലാതെ ഇങ്ങനെ മൗനമായിട്ട് നടക്കണമെന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവൾ വലിയ കാര്യത്തിൽ കൈയൊക്കെ മടക്കി വെച്ചിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിലെടുത്ത് ടാബ്ലേക്ക് വെച്ചിട്ട് പറയും, നിനക്ക് അറിയാവുന്നതല്ലേ ഞങ്ങളുടെ കാര്യത്തിൽ ഷ്വിൻഖാന് എന്തോ ഒരു പങ്കുണ്ടെന്ന്, എന്നിട്ട് നീ എന്തിനാ ഷ്വിൻഖാനെ നടിയാക്കാന്ന് പറഞ്ഞത്, അവളുടെ ആഗ്രഹം അത് തന്നെ ആയിരുന്നില്ലേ, അതല്ലേ ഇപ്പം നീ നടത്തി കൊടുത്തേ, എൻ്റെ ആഗ്രഹമൊന്നും ഇവിടെ ഒരു വിലയില്ലാന്ന് ലില്ലി പറയുന്നു. അത് കേട്ടിട്ടില്ലേ, ഓ ഇതായിരുന്നു കാരണം, നിനക്കറിയാവുന്നല്ലേ നമുക്കിപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഷ്വിൻഖാനാണ്. നമ്മൾ നമ്മുടെ മൂവിനെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കണം. ഇവിടെ ജയിക്കുന്നവർക്ക് മാത്രമേ എല്ലാ ഫെസിലിറ്റീസും കിട്ടുള്ളൂ, തോക്കുന്നവർക്ക് എപ്പോഴും ഒന്നുമില്ല. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഇത് നോക്കിയിട്ട് അവളെ തന്നെ നടിയാക്കാനേ പറ്റത്തുള്ളൂ, അതിന് നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ ലില്ലി തല കുനിച്ച് നിൽക്കുന്നു. അവളുടെ മുഖത്തിനടുത്തേക്ക് കുനിഞ്ഞു നിന്നിട്ട് എന്തിനാ നീ കരയണേന്ന് ചോദിക്കുന്നു. ഞാൻ ഒന്നും കരഞ്ഞിട്ടില്ല എന്ന് ലില്ലി പറയുമ്പോൾ കുനിഞ്ഞു നിന്ന് അവളുടെ കണ്ണീന്ന് ഇറ്റ് വീണ കണ്ണീര് ഒപ്പിയെടുത്തിട്ട് പിന്നെ ഇതെന്താന്ന് ചോദിക്കുന്നു. ലില്ലി വേഗം അവൻ്റെ കൈക്ക് 2-3 തുപ്പ് ഉപ്പിയിട്ട് പറഞ്ഞു അത് തുപ്പലാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ലയാണെങ്കിൽ അവൾ പോകുന്നത് ഇങ്ങനെ നോക്കി വെച്ചിരിക്കുക. ലയക്ക് അവളോട് ഭയങ്കര ഇഷ്ടമാണല്ലോ, ലയയുടെ നോട്ടൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ സീൻ കെട്ടായി പിന്നെ കാണിക്കുന്നത് ഒരു കാറിൻ്റെ ഉള്ളിൽ ഷ്വിൻഖാനും പിന്നെ ഒരു വട്ടത്തലയുള്ള ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. അയാൾക്ക് ഷ്വിൻഖാൻ എന്തോ പൊതിയിലെന്തോ കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അയാൾ ആ പൈസ വാങ്ങി ബാഗിൽ വെക്കുന്നു. അപ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നത്, ടാങ്ങയുടെ ഈ പരസ്യപ്പെടുത്തലിന്റെ പിന്നിൽ അവളായിരുന്നു ഷ്വിൻഖാൻ. അവൾ എന്തോ ചെയ്തിട്ടാണ് 2 വർഷം ടാങ്ങക്കുണ്ടായ ബന്ധം ഇപ്പൊ പബ്ലിക് അറിയാനുള്ള കാരണം. പിറ്റേ ദിവസം ലമൻ കമ്പനിയിൽ ലില്ലിയും പിന്നെ സിയാറോന്റെ പേഴ്സണൽ മാനേജർ ഡിങ് ടോങ് കൂടി ഹീറോയിന്റെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാണ്. ഒരു മൂവിക്ക് ഷ്വിൻഖാന് എത്ര മണി വെച്ച് കൊടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഷ്വിൻഖാനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷ്വിൻഖാനും അവളുടെ മാനേജറും കൂടി അവൾക്ക് വരുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ലെമൻ കമ്പനിയുമായുള്ള ആ കോൺട്രാക്ട് അവര് ടാബിളിൽ വെച്ച് മാനേജർ പറയാണ്, ഇത് ഒട്ടും റീസണബിൾ അല്ല, ഇത്ര പൈസക്കൊന്നും ഷ്വിൻഖാൻ അഭിനയിക്കാൻ പറ്റില്ല, ഇതെത്ര കുറവാണ്. ഷ്വിൻഖാൻ സാധാരണ ഒരു ഫിലിമിൽ പോലും എത്ര രൂപ വാങ്ങേണ്ടതെന്ന് അറിയോ, ഇത് അതിനെ സംബന്ധിച്ച് ഭയങ്കര കുറവാ, ഇതൊന്നും ശരിയാവില്ല എന്ന് മാനേജർ പറയുമ്പോൾ ലില്ലി പറയുന്നു, ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഇത്രേ ഒക്കത്തുള്ളൂ, കൂടുതലൊന്നും തരാനൊന്നും ഒക്കത്തില്ല. അങ്ങനെ ഷ്വിൻഖാന് കൂടുതൽ പൈസ തരാണെങ്കിൽ ഞങ്ങൾ എൻ്റെ പ്രോജക്റ്റിന്റെ കോസ്റ്റ് കൂടുതൽ, അങ്ങനെ ഷ്വിൻഖാന് കൂടുതൽ പൈസ തരാണെങ്കിൽ വേറെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചുരുക്കി ചെയ്യേണ്ടി വരും, അത് എൻ്റെ പ്രൊഡക്റ്റിനെ എഫക്റ്റ് ചെയ്യും, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഷ്വിൻഖാൻ പറയും, ഓക്കെ എന്നാൽ സാരില്ല, ഞാൻ കാരണം ഇപ്പം എൻ്റെ പ്രോജക്റ്റിനൊന്നും എഫക്റ്റ് ചെയ്യണ്ട, എനിക്ക് ഈ ഫിക്സ് ചെയ്ത തുക തന്നെ മതി, അതെൻ്റെ ഔദാര്യമായിട്ട് കണ്ടാൽ മതി. പിന്നെ ഞാനും ഈ ലെമൻ കമ്പനിയുടെ ഒരു ഓണറല്ലേ, ഒരു പാർട്ടല്ലേ. ഓ ലെമൻ കമ്പനിയുടെ പാർട്ടാണെങ്കിൽ പിന്നെ ഞാൻ മണിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, അതങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ പോരെന്ന് ലില്ലി പറയുമ്പോൾ ഷ്വിൻഖാൻ പറയാം, എന്തൊരു വർക്ക് ചെയ്യണമെങ്കിലും അതിന് സാലറി വേണമല്ലോ, അതാ ഞാൻ വാങ്ങുന്നത്. പിന്നെ നിങ്ങളുടെ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഞാൻ റിജക്റ്റ് ചെയ്യേണ്ടതാ, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, പിന്നെ ഡയറക്റ്റ് വാങ്ങിനപ്പോൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, എനിക്കിപ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഷ്വിൻഖാൻ അവിടുന്ന് പോകുന്നു. ലില്ലിയാണെങ്കിൽ അവളോട് സംസാരിച്ച ദേഷ്യത്തിൽ അവളുടെ കിഡ്നി ഇരിക്കുന്ന ഭാഗത്ത് കിഡ്നി പറിക്കുന്ന പോലത്തെ ഒരു ആക്ഷനൊക്കെ കാണിച്ച് ഡിങ് ടോങ്ങിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ കിഡ്നി, കൊണ്ടുപോയി വിറ്റിട്ട് അവളുടെ പൈസ കൊണ്ട് കൊടുക്കാൻ പറയുന്നു.
ഇത് കേട്ടതും ലിലി നേരെ ലാൻ്റെ അടുത്തേക്ക് ഓടുന്നു. ലേ ആണെങ്കിൽ അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ലില്ലി പറയാണ്, ഷിങ്കാൻ എന്താ എക്സ്പെൻസീവ് ആണ്, അവളെന്താ വല്ല സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയാണോ, അവൾ എത്ര രൂപ ഒക്കെ ചോദിക്കണേന്ന് അറിയുമെന്ന് വിഷമത്തോട് പറയുമ്പോൾ അല്ലെ ചിരിച്ച് എണീറ്റിട്ട് ചോദിക്കാം, പറ അവൾ എത്ര രൂപ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 1.5 കോടി രൂപ ഒരു എപ്പിസോഡിന് അവള് ചോദിക്കുന്നത്, ഞാനിത് എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ, എന്നെ കിഡ്നി കിട്ടാൽ പോലും ഇത്ര പൈസ കിട്ടുമൊന്നുമില്ല പറയുന്നു. അപ്പല്ലേ ഭയങ്കര കൂളായിട്ട് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും കമ്പനി അവരുടെ ബഡ്ജറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യൊന്നുമില്ല, നമുക്ക് ഷ്രിങ്കാനുള്ള ഓപ്ഷൻ അങ്ങോട്ട് വിട്ടേക്കാം, നമുക്ക് വേറെ ആരെങ്കിലും അന്വേഷിക്കാം, അത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അയ്യോ അത് വേണ്ട, അങ്ങനെ വേണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാനിത് സെറ്റ് ആക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പല്ലേ ചോദിക്കാനും നിനക്ക് അതിന് ഷ്രിങ്കാനും ദേഷ്യമായിരുന്നില്ലേ, ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷ്രിങ്കാൻ എനിക്ക് ദേഷ്യം എന്ന് വെച്ചാൽ ടാങ്ങയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ദേഷ്യം വന്നതൊക്കെ എൻ്റെ വായ കാരണമല്ലേ എല്ലാം കൊള്ളായത്, അതെനിക്ക് തിരുത്തണം, ഇത് ഞാൻ നന്നായി ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞ് അവൾ 3 പേരിൽ പൊക്കി നിൽക്കുക. എന്നെ വിശ്വസിച്ചോ, ഞാനിത് നന്നായി ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ ആ 3 പേരിൽ പൊക്കി നിൽക്കുമ്പോൾ അല്ലേ ശരി ശരി ഞാനിന്നെ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കൈ താഴ്ത്തി വെക്കുന്നു. അപ്പോൾ അവൾ നന്നായി ഇളിച്ചു നിൽക്കുന്നുണ്ട്. അവൾ സീൻ കേട്ടെ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നേ ഷ്രിങ്കാൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ്, അവളുടെ ന്യൂ ഡ്രാമയ്ക്കുള്ള ഒരു ഫോട്ടോഷൂട്ട്. അതിൽ അവൾ നന്നായി പോസ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് ബ്രേക്ക് പറഞ്ഞ് വേറെ സെറ്റിലേക്ക് നമുക്ക് പോകാമെന്ന് ഡയറക്ടർ പറയുമ്പോൾ അവളുടെ മാനേജർ വന്നിട്ട് അവളുടെ ചുവട്ടിൽ പതുക്കെ പറയും സിയാറാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് അവൾ എന്തോ ഒരു പ്ലാനിൽ സിയാറാൻ്റെ അടുത്തേക്ക് പോകുന്നു. ലില്ലി ആണെങ്കിൽ അവളുടെ കുട്ടികളെയൊക്കെ നമുക്ക് അറിയാവുന്നല്ലേ, അവൾ കാല് നീട്ടി വെച്ച് കാലിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനേജർ ഡിങ് ഡോങ് കൊണ്ട് എടുത്ത് ഡിങ് ഡോങ് ഷ്രിങ്കാൻ വരുന്ന കണ്ടപ്പോൾ ലില്ലിനോട് കൈ കൊണ്ട് തട്ടി കാണിക്കുമ്പോൾ അവൾ നേരെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നു. ലില്ലി പറയാണ്, ഞാൻ ആ കോൺട്രാക്റ്റിനൊക്കെ പറ്റി സംസാരിക്കാനായിട്ട് വന്നതാ, നമ്മുടെ ഫിലിം വേഗം തുടങ്ങണ്ടേ, അങ്ങനെയാണെങ്കിൽ വേഗം കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഷ്രിങ്കാൻ പറയുന്നു, നീ ഇപ്പം എന്താ ഒന്നും കാണുന്നില്ലേ, ഞാനിപ്പോൾ അല്ലെങ്കിലേ ഒരു വർക്കിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുന്നത്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ലില്ലി ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞ് ലില്ലി തലയാട്ടുന്നു. അപ്പോൾ മാനേജർ ഷ്രിങ്കാനെ അടുത്ത സെറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഷ്രിങ്കാനും പിന്നാലെ പോകുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അവളുടെ ചെരുപ്പ് അയച്ച് വേറൊരു ചെരുപ്പിട്ടായിരുന്നേ. ലില്ലിനോട് പറയാണ്, മിസ് സിയാറ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ ചെരുപ്പൊന്ന് എടുത്ത് കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ മാനേജർ ഡിങ് ടോങ് അത് എടുക്കാനായിട്ട് കുനിയുമ്പോൾ ലില്ലി അവളുടെ കൈ കയറി പിടിച്ചിട്ട് വേണ്ട എന്ന് പറയുന്നു. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ ചെരുപ്പ് എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടല്ല, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര പ്രയാസപ്പെട്ടിട്ട് ലില്ലി ആ ചെരുപ്പെടുത്ത് കൈ പിടിച്ച് ഷ്രിങ്കാൻ്റെ പിന്നിലൂടെ പോകും. ഷ്രിങ്കാൻ നേരെ കയറി ചെല്ലുന്നത് ആ സെറ്റിലുള്ള എല്ലാവരുടെയും മുന്നിലേക്കാണ്. ഷ്രിങ്കാൻ്റെ പിന്നാലെ ചെരുപ്പും പിടിച്ചു വരുന്ന സിയോറാനെ കണ്ട് എല്ലാവരും എന്തൊക്കെ പെറുപെറുക്കുന്നുണ്ട്. ലില്ലിക്ക് ഇത്തിരി നാണക്കേടൊക്കെ ഉണ്ടെങ്കിലും അവൾ ആ ചെരുപ്പ് ഷ്രിങ്കാൻ്റെ കാൽക്കൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഷ്രിങ്കാന് നീ എന്നാ കയ്യം വീശി വന്ന നീ എന്നാ ഞങ്ങൾക്കൊന്ന് കഴിക്കാനൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി ഓടിപ്പോയി എന്തോ ഓർഡർ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും അവരവിടെ നിന്ന് പോയിരുന്നു. ലില്ലിയുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാണ്ട് അവൾ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഇതൊക്കെ. അങ്ങനെ അവർ പോയത് കണ്ടിട്ട് ഇവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് അവൾ ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ഷ്രിങ്കാൻ, നിങ്ങൾ എന്താ ലേറ്റ് ആയത്, ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നു കഴിഞ്ഞു, കുഴപ്പമില്ല നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. എന്നിട്ട് ലില്ലി ഷ്രിങ്കാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ ടേബിളിൽ മൊത്തം ഫുഡ് നിറഞ്ഞിരിക്കുകയാണ്. ഷ്രിങ്കാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. പോരാനിട്ട് ഷ്രിങ്കാൻ ലില്ലിനോട് കയ്യിലുള്ള പൈസ എൻ്റെ മാനേജർ കൊണ്ടുപോയേക്കാ, ഈ ഫുഡിൻ്റെ പൈസ ഒന്ന് പേ ചെയ്യുമെന്ന് ലില്ലിനോട് ചോദിക്കുന്നു. അവളുടെ കയ്യിലുണ്ടായി ഇത്രക്ക് പൈസ. അത് കണ്ടറിഞ്ഞ് ഡിങ് ഡോങ് പേ ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ പൈസ ഒക്കെ അടച്ച് വരുമ്പോക്കും ഷ്രിങ്കാൻ എന്തോ ഒക്കെ പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് തന്നെ ലില്ലിയുടെ മുഖത്തേക്ക് വെള്ളം കോരി ഒഴിക്കുന്നൊക്കെ ഉണ്ട്. ഡിങ് ഡോങ് വന്നത് ഡിങ് ഡോങ്ങിനെ കെട്ടിപ്പിടിച്ച് ലില്ലി നന്നായി കരയുന്നുണ്ട്. കാരണം അവൾ അത്രക്കും അപമാനിതയായിരുന്നു. അവിടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് അന്ന് രാത്രി ലേന്റെ വീടാണ്. ലില്ലി ആണെങ്കിൽ ലേൻ ഒരു സോഫയിൽ ഇരുത്തിക്കൊണ്ട് എന്തോ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. ലില്ലി പറയാണ്, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഷ്രിങ്കാൻ എന്നെ കൊണ്ട് ചെരുപ്പിടിപ്പിച്ചു, അത് ഞാൻ ക്ഷമിച്ചു, കുഴപ്പമില്ല, പിന്നെ എന്നോട് ഡ്രിങ്ക് ഒക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാവർക്കും, എന്നിട്ട് അവരത് കുടിക്കാണ്ട് പോയി, അതും കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു. പക്ഷെ അവള് റെസ്റ്റോറൻറ്റിലത്തെ ബില്ല് എന്നോട് പേ ചെയ്യാൻ പറഞ്ഞു, എൻ്റെ വേണം പൈസ, അതും പോരാഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചേക്കുന്നു, പിന്നെ എനിക്ക് ഷെയിം ആവൂലേ, എനിക്കെന്താ നാണില്ലേ, എനിക്കെന്താ അഭിമാനില്ലേ, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഷെയിമായി എന്നൊക്കെ പറഞ്ഞ അവള് ആപ്പിൾ കടിക്കും, പിന്നെ ഷ്രിങ്കാനെ കുറ്റം പറയും, ഒരാപ്പിൾ കൂടി കടിക്കും, ഷ്രിങ്കാനെ കുറ്റം പറയും, അങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടില്ലേ ചിരിച്ചിട്ട്, ഇതാണ് നിന്റെ ഈ മാസത്തെ എഫേർട്ടിനുള്ള പൈസയാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവനൊരു ATM കാർഡ് ലില്ലിക്ക് കൊടുക്കുന്നു. അത് കണ്ടതാണ് സന്തോഷത്തോടുകൂടി അത് ചാടി പറിച്ചിട്ട്, ഓ എനിക്കും കിട്ടിയത് എന്ന് പറഞ്ഞിട്ട്
അവൾ സോഫയിലിരിക്കുന്നു. ഇനി നോക്കിക്കോ, എൻ്റെ കയ്യിലും പൈസ ഉണ്ട്, ഞാൻ എല്ലാവരും പോലെ അടിച്ചു പൊളിച്ച് നടക്കുമെന്ന് പറഞ്ഞ് അവൾ ആ ATM കാർഡിലേക്ക് എന്നെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ലയ ചോദിക്കുകയാണ്, ഇത് ഇത്രയൊക്കെ ആയിട്ട് ഇനിയും നിനക്ക് തന്നെ ശൃംഗാനെ ഡീൽ ചെയ്യണോ? അത് വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യും, എൻ്റെ സിസ്റ്റർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഞാൻ അവളൊരു പാഠം പഠിപ്പിച്ചിരിക്കും. അവളെ പഴയ ഒരു എല്ലും കഷ്ണം, അതിനെ ഞാനിങ്ങനെ കടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൾ കടിക്കുന്നു, അതങ്ങനെ തെരുപ്പി കയറുന്നു. അയ്യോ ഞാൻ ദൈവടെ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് അവൾ കണ്ണടച്ച് മരിച്ച പോലെ കിടക്കുന്നു. അല്ലെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവളുടെ നെഞ്ചിലൊക്കെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവൾ ഞെട്ടി എണീറ്റിട്ട് എല്ലാവരോടും പകരം ചോദിക്കാനായിട്ട് ഞാൻ വീണ്ടും പുനർജനിച്ചു എന്നൊക്കെ എന്തോ പിച്ചുമ്പയും പറയുന്നൊക്കെ കേട്ടില്ലേ അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുമുണ്ട്. പിറ്റേ ദിവസം ലെമൺ കമ്പനിയിൽ ലിലു ഓടിച്ചെന്ന് ഒരു ഗോസിപ്പ് ലേക്ക് കാട്ടിക്കൊടുക്കാണ്. അതെന്താന്ന് വെച്ചാൽ ശൃംഗാൻ കഴിഞ്ഞ വട്ടം മൂവിയിൽ അഭിനയിച്ചപ്പോൾ അവൾക്ക് കിട്ടിയത് $7 മില്യൺ പറയുന്നു. ഇത്ര പൊട്ട സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും ഇത്രക്കും പൈസ അവൾക്ക് കിട്ടി. പിന്നെ എങ്ങനെ അവൾ നമ്മളുടെ സിനിമയിൽ ഡിമാൻഡ് ചെയ്യാണ്ടിരിക്കുക? അവൾക്ക് അത്ര സാലറി ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഇതിന് വേറൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ വേറെ പ്ലാറ്റ്ഫോമായിട്ട് ലെമൺ കമ്പനി യോജിച്ച് പോകണം, അപ്പോൾ ടാക്സ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ബുദ്ധികരമായ ഒരു പ്ലാനൊക്കെ ലില്ലിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ ശരിയാ അത് സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കലും. ഈ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരാനേ. 4ാമത്തെ എപ്പിസോഡ് ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാവേ, അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കാണുന്നവരൊക്കെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ചെയ്തേക്കുന്നേ. അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ.